ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. നമുക്കൊരു ഫെറാറി കാർ ഉണ്ടെന്നിരിക്കട്ടെ. ഈ ഫെറാറി കാർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു യൂസർ മാനുവൽ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് പറ്റുക? ആ കാർ നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച ആ വലിയ ശക്തിയുടെ ഒരു സൃഷ്ടി എന്ന നിലയിൽ നമ്മുടെ ബ്രെയിനും. നമ്മുടെ ബ്രെയിനിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കോൺഷ്യസ് ബ്രെയിനും ഒന്ന് സബ് കോൺഷ്യസ് ബ്രെയിനും. ഈ രണ്ട് ബ്രെയിനിനെ കുറിച്ചും അവ തമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണഗതി നമുക്ക് തോന്നുന്നൊരു ചോദ്യമുണ്ട്. വലിയ അറിവുള്ള പലരും ജീവിതത്തിൽ വലിയ വിജയമൊന്നും ആവണമെന്നില്ല. സക്സസിന്റെ വലിയ വലിയ കാഴ്ചപ്പാടുകളിലേക്ക് വരുമ്പോൾ പലരും പിന്നോട്ട് പോകുന്നു. നമ്മൾ സ്വയം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടത്ര ഒരു വിജയം ഉണ്ടാവാത്തത്? ഈ ചോദ്യത്തിന്റെ വ്യക്തമായ ഉത്തരമാണ് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നമ്മുടെ ഈ ബ്രെയിനിന്റെ അവസ്ഥയും ആ ബ്രെയിൻ എങ്ങനെ നമുക്ക് ഒരു കൊഹേഷനിലൂടെ മുന്നോട്ട് പോകാമെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, ഒരു പെന്നും അതിന് ഒരു പുസ്തകമൊക്കെ എപ്പോഴും കരുതണം. അത് എഴുതിയെടുക്കണം. അത് കൂടുതൽ കൂടുതൽ വായിച്ച് പഠിക്കണം. എന്നിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഇന്നത്തെ വിഷയം ഹൗ യുവർ ടു ബ്രെയിൻസ് ആർ കീപ്പിംഗ് യു സ്റ്റക്ക് എന്നുള്ളതാണ്. നമ്മുടെ ഈ രണ്ട് നേരത്തെ പറഞ്ഞ ബ്രെയിൻ, കോൺഷ്യസ് ബ്രെയിനും സബ് കോൺഷ്യസ് ബ്രെയിനും നമ്മൾ ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആക്കുന്നില്ലേ? നമുക്കത് നേരെയാക്കി എടുക്കണ്ടേ? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോ കണ്ടു, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, സെമിനാറുകളിൽ അറ്റൻഡ് ചെയ്തു, ഒരുപാട് ഇന്റർനാഷണൽ വെബിനാർസിൽ അറ്റൻഡ് ചെയ്തു. ഒക്കെ ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അതായത് അത് ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിലാവാം, ബിസിനസ്സിലാവാം, ഹെൽത്തിലാവാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലാവാം. ഇതൊക്കെ തന്നെ നമ്മൾ അഫർമേഷൻസ് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുന്നില്ല. ഇതൊക്കെ എൻ്റെ ഒക്കെ അനുഭവം തന്നെയാണ് ഈ പറയുന്നത്. എനിക്കൊന്ന് ഒട്ടേറെ പ്രേക്ഷകർക്ക് അനുഭവം ഉണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത് നമ്മളെപ്പോഴും ഹോണ്ട് ചെയ്യും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കാത്തത്? ഞാൻ ഇതിൽ എത്ര പ്രവർത്തിക്കുന്നു എന്നിട്ട് റിസൾട്ട് ഉണ്ടാവുന്നില്ലല്ലോ എന്ന് പലരും നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ആകെ അസ്വസ്ഥരുമാവാറുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. അതായത് നമ്മുടെ ബ്രെയിനിന്റെ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് കോൺഷ്യസ് ബ്രെയിനും ഒന്ന് സബ് കോൺഷ്യസ് ബ്രെയിനും. ഇതില് കോൺഷ്യസ് ബ്രെയിൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവ റാഷണൽ, ലോജിക്കലായ ഒരു കോൺഷ്യസ് മൈൻഡാണ്. വളരെ യുക്തിയോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മൈൻഡാണ് ഈ ബ്രെയിനിന്റെ ഭാഗം. പക്ഷേ ഇത് വളരെ ചെറുതാണ്. ഇതിന്റെ ഭൂരിഭാഗമുള്ളത് ഈ സബ് കോൺഷ്യസ് ബ്രെയിൻ ആണ്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇമോഷണൽ ആണ്, വൈകാരികമാണ്, അതേപോലെ ഹാബിച്വൽ ആണ്. നമുക്ക് സ്ഥിരമായി ഉണ്ടാവുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഹാബിറ്റ്. അത് രണ്ടും നിയന്ത്രിക്കുന്നതാണ് ഈ സബ് കോൺഷ്യസ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലിംബിക് സിസ്റ്റം, ലിംബിക് ബ്രെയിൻ എന്ന് പറയുന്നത്, അതിന്റെ ഭാഗം കൂടിയാണ് ഈ സബ് കോൺഷ്യസ് ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ട് ബ്രെയിൻ, കോൺഷ്യസ് ബ്രെയിനും സബ് കോൺഷ്യസ് ബ്രെയിനിലും വളരെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്ന വ്യത്യാസങ്ങൾ ഇവിടെ ഒരു ചാർട്ടായിട്ട് സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അതിലെന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ ഈ കോൺഷ്യസ് ബ്രെയിൻ വളരെ സൂപ്പർ സ്ലോ ആണ്. അത് വളരെ വളരെ മെല്ലെയാണ് അതിന്റെ പ്രവർത്തനം. എന്നാൽ അവിടെ സബ് കോൺഷ്യസ് ബ്രെയിൻ നോക്കൂ, അത് ലൈറ്റ്നിങ് ഫാസ്റ്റ് ആണ്. ഒരു മിന്നൽ വേഗത്തിലാണ് അതിന്റെ പ്രവർത്തനം, വളരെ സ്പീഡാണ്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ കോൺഷ്യസ് ബ്രെയിൻ കൺസെപ്ച്വൽ ആണ്. അത് ആശയങ്ങളൊക്കെ അതിങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് അത് പോവുക. എന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിൻ ആവട്ടെ, അത് പെർസെപ്ച്വൽ ആണ്. അത് നമ്മുടെ കാഴ്ചപ്പാട്, നമ്മളെ ഗ്രഹിക്കുന്നത് എങ്ങനെ, അതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ വ്യത്യാസം ശ്രദ്ധിക്കുക. ഒന്ന് കൺസെപ്ച്വൽ ആണ്, മറ്റൊന്ന് പെർസെപ്ച്വൽ ആണ്. ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ കോൺഷ്യസ് ബ്രെയിൻ തോട്ട്സ് ആൻഡ് ഫീലിങ്സിലൂടെയാണ് പ്രവർത്തിക്കുക. നമ്മുടെ ചിന്തകൾ, വികാരങ്ങളൊക്കെയാണ്. എന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിൻ ആവട്ടെ, അത് ഇൻസ്റ്റിങ്സും ഇമോഷൻസും ആണ്. ഇൻസ്റ്റിങ്സ് ആൻഡ് ഇമോഷൻസ്, നമ്മുടെ ഉള്ളിൽ തന്നെ ചില വൈകാരികമായ നീക്കങ്ങളൊക്കെയാണ് അതിൽ വരിക. ഇനി നമ്മുടെ കോൺഷ്യസ് ബ്രെയിൻ ഏറ്റവും വലിയ പ്രത്യേകത ഡെലിബറേറ്റ് ആണ്. നിങ്ങൾ പ്രവർത്തിക്കണം, നല്ല മെനക്കെടുണ്ട് എന്ന് പറയാം മലയാളത്തിൽ. എന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്രെയിനിന് ഇതൊന്നും വേണ്ടത് ഹാബിച്വൽ ആണ്. അതങ്ങ് സ്ഥിരമായ ശീലങ്ങളൊക്കെ ചെയ്തോളൂ. അതാണ് ഹാബിച്വൽ എന്നതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു കാര്യം,
ഈ കോൺഷ്യസ് ബ്രെയിൻ എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് ആണ്, അത് പ്രകടനപരം, പുറമെ കാണാൻ പറ്റും. എന്നാൽ ഈ സബ് കോൺഷ്യസ് ബ്രെയിനിന്റെ പ്രത്യേകത അത് ഇംപ്ലിസിറ്റ് ആണ്, അതായത് അത് ആന്തരികമാണ്, പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. ഇങ്ങനെ നോക്കിയാലുള്ള വളരെ വ്യത്യസ്തമായ ഈ രണ്ട് ഇതിന്റെ താരതമ്യം ഒന്ന് നമുക്ക് നോക്കിയാൽ തന്നെ നമ്മൾ ഇതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാവും, കോൺഷ്യസ് ബ്രെയിനെ കുറിച്ചും സബ് കോൺഷ്യസ് ബ്രെയിനെ കുറിച്ചും. ഞാൻ ഒരു ഉദാഹരണം വഴി ഇത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അതായത് ഒരു വ്യക്തി തന്റെ കോൺഷ്യസ് ബ്രെയിൻ ഒരു മെസ്സേജ് കൊടുക്കുന്നു, ഞാൻ അതിസമ്പന്നമാവാൻ തീരുമാനിച്ചിരിക്കുന്നു, ഗോളൊക്കെ സെറ്റ് ചെയ്തു, അഫർമേഷൻസ് ഒക്കെ തുടങ്ങി, വിഷ്വലൈസേഷൻ തുടങ്ങി, ക്രിസ്റ്റലൈസേഷൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് ബ്രെയിനിൽ ഒരു ഫിയർ ആണുള്ളത്. എന്താണെന്നറിയോ? എനിക്കിതിലാവോ, കാരണം എൻ്റെ ഒരു കഴിവെല്ലാം വെച്ചിട്ട് എനിക്കൊരു പരിധിയില്ലേ എന്നുള്ള ഒരു തോട്ട്സ്, ഒരു ഇന്നർ തോട്ട്സ്, ഒരു എന്താ പറയുക, ഒരു ഹാബിച്വൽ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഫിയറും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ഈ സബ് കോൺഷ്യസ് ബ്രെയിൻ ആണ് കൂടുതൽ പവർഫുൾ ആയിട്ട് അവിടെ ഉണ്ടാവുക. അപ്പോൾ കോൺഷ്യസിൽ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് റിസൾട്ട് ഉണ്ടാവില്ല. ഇതാണ് ഞാൻ ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാൻ ശ്രമിച്ചത്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സബ് കോൺഷ്യസ് ബ്രെയിൻ, നിങ്ങളുടെ ആ സബ് കോൺഷ്യസ് ബ്രെയിൻ എന്താണോ വിശ്വാസം, അല്ലെങ്കിൽ എന്താണോ അതിന്റെ ഹാബിറ്റ്, അത് തന്നെ വിജയിപ്പിക്കാനേ ശ്രമിക്കൂ. അപ്പൊ നിങ്ങളൊരു വലിയ സമ്പന്നാക്കാൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. ഇനി ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അതായത് നമ്മുടെ ഈ സബ് കോൺഷ്യസ് ബ്രെയിനിനെ ജോൺ അസ്രഫ് ഉപമിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ജീവിയായിട്ടാണ്. ആ ജീവിയുടെ പേര് മറ്റൊന്നുമല്ല, അത് ഗൊറില്ലയാണ്. നിങ്ങളൊരു കൂട്ടിലുള്ള ശാന്തനായിരിക്കുന്ന ഒരു ഗൊറില്ല എന്ന് മനസ്സിൽ വിചാരിക്കുക. അതിന് കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകും. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു എന്താ പറയുക അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചെയ്താൽ അത് അക്രമാസക്തനാവും. ഇതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിൻ. അതിന് ഒരു കൊഹിറൻസ് ആണ് ആവശ്യം. മറ്റൊരു വാക്ക് ഞാൻ പറയാം, ഹാർമണി. അല്ലേ, ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരേപോലെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സമഞ്ജസമായി പോവുക എന്ന് പറയും മലയാളിച്ച. ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നത്തിന്റെ പേര് ഡിസോണൻസ് എന്നാണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഹാർമണി എന്നൊക്കെ പറയാം. ഇത് സമഞ്ജസമായ അവസ്ഥ നഷ്ടപ്പെടും. ഞാൻ ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഓർക്കസ്ട്ര എല്ലാവരും മനസ്സിൽ വിചാരിക്കുക, വൃന്ദവാദ്യം, തബല, ഗിത്താർ, വയലിൻ, സാക്സഫോൺ, ഫ്ലൂട്ട്, ഇതൊക്കെ നമുക്കറിയില്ല. അതൊക്കെ ഒന്നിച്ചൊരു വേദിയിലിരിക്കുന്നത് മനസ്സിൽ വിചാരിക്കുക. അവ ഉപയോഗിക്കുന്നു, ഓരോന്നിനൊരു താളക്രമമുണ്ട്. തബല ഉപയോഗിക്കേണ്ട സമയമുണ്ട്, വയലിനുണ്ട്, ഇതൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം ഉണ്ടാവും. നേരെ മറിച്ച് അത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒരാൾ തബല കുറേ അടിക്കുന്നു, അല്ലെങ്കിൽ ഫ്ലൂട്ട് ഒരു വഴി പോകുന്നു, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിന് ഒരു ഉദാഹരണം എടുത്തു. അപ്പം ഒരേപോലെ നമുക്ക് ആസ്വദിക്കാൻ വരുമ്പോൾ കോഹറൻസ്, അല്ലെങ്കിൽ അത് ഡിസ്ട്രാക്റ്റഡ് ആവും, അതായത് അതിന്റെ താളമൊക്കെ തെറ്റുന്ന സമയത്ത് അതിന് ഡിസോണൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഹാർമണി ഇല്ലാത്ത അവസ്ഥയും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നടക്കും. സബ് കോൺഷ്യസ് ബ്രെയിനിൽ നടക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു എന്ന് മാത്രം. നമ്മളീ പറഞ്ഞ ഗൊറില്ലയ്ക്ക് എപ്പോഴും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ശാന്തമായി വളരെ കൊഹിറൻസിൽ അങ്ങ് ജീവിക്കാനാണ് ഇഷ്ടം. അതിനെന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് അത് പണ്ടത്തെ അതേപോലെ, ആ പണ്ട് എങ്ങനെയാണോ ഫെമിലിയറും ശാന്തമായിരുന്നത് അതിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പുതിയ ഒന്നിലേക്കൊന്നും അത് വരില്ല. അതായത് നമ്മൾ ഒരു ഡിസോണൻസ് സ്റ്റേജിലേക്ക് എത്തും. ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ പുതുതായി പഠിക്കാൻ ശ്രമിക്കും, എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമാകുമ്പോൾ നമ്മളൊരു ഡിസോണൻസ് സ്റ്റേജിലെത്തും. അല്ലെങ്കിൽ ആ ഹാർമോണി ഇല്ലാത്ത അവസ്ഥയാണ് ഡിസോണൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഞാൻ എനിക്ക് പറഞ്ഞു തരുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്നുള്ളത് ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതായത് നമുക്കൊന്നും ഒരു വ്യവസ്ഥ ഉണ്ടാവില്ല, തോന്നിയത് തോന്നിയ പോലെ ചെയ്യും. ഒരു ആസൂത്രണം നമുക്ക് തീരെ പറ്റില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് മൂഡ് സ്വിംഗ് ആണ്. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും. അതായത് വ്യത്യസ്തമായ വികാരങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഒരു സ്റ്റേബിളായ വികാരം കുറച്ച് സമയം പോലും കിട്ടില്ല. മൂന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് പേഴ്സണൽ പീസ്. അതായത് നമ്മുടെ ഉള്ളിലൊരു സമാധാനമില്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എനിക്കൊരു സമാധാനമില്ല. ലാക്ക് ഓഫ് പേഴ്സണൽ പീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് ഓവർവെൽ. അതായത് എന്തെങ്കിലും കുറച്ച് കാര്യം അറിയുമ്പോൾ തന്നെ ആകെപ്പാടെ എനിക്ക് ഒന്നും പറ്റില്ല, എൻ്റെ ബ്രെയിൻ അത് അതിയായി എന്നൊക്കെ തോന്നുന്നൊരു ഓവർവെൽമിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എല്ലാവർക്കും മിക്കവാറും പെട്ടെന്ന് മനസ്സിലാവുന്നത് കൺഫ്യൂഷനാണ്. ഞാൻ അത് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ, നമുക്കൊരു വ്യവസ്ഥയില്ല, ഒരു കൺഫ്യൂഷൻ, എല്ലാം കൂടെ ഒരു സംശയം, അത് വലിയ പ്രശ്നമാണ്. മറ്റൊന്ന് ലാക്ക് ഓഫ് എനർജി. ഒരു ഉഷാർ എന്ന് പറയില്ല, നമ്മുടെ നാട്ടിൽ ഉഷാറേ ഇല്ല. ഊർജ്ജമൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, എന്താ സംഭവം, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു സന്തോഷമോ ഒന്നും ഉണ്ടാവില്ല, ലാക്ക് ഓഫ് എനർജി. പിന്നെ സെൽഫ് ഡൗട്ട്. എപ്പോൾ സ്വയം ഒരു സംശയം ഉണ്ടാവും,
ഇത് ഇത് അത് ശരിയാവും, അത് അങ്ങനെ ആയാലും ശരിയാവും എന്നുള്ള ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ സെൽഫ് ഡൗട്ട്. പിന്നെ എപ്പോഴും വറി ആൻഡ് സ്ട്രെസ് ഉണ്ടാവും. വറി ആൻഡ് സ്ട്രെസ്, ആകെപ്പാടെ ടെൻഷൻ, നമ്മളിപ്പോൾ എന്ന് പറഞ്ഞില്ല സ്ട്രെസ്, വേവിലാതി, ഇതൊക്കെയൊക്കെ എപ്പോൾ ഉണ്ടാവും. പിന്നെ അടുത്തത് ഫിയർ ആൻഡ് ആങ്സൈറ്റി, ഭയവും ഉത്കണ്ഠയും. അതെന്താവും, ഞാൻ അങ്ങനെ ചെയ്താൽ എന്താവും, ഇങ്ങനെയുള്ള ചിന്തകൾ വരും. മറ്റൊന്ന് എക്സ്ക്യൂസസ് ആണ്. ഇങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താ അത് ചെയ്യാത്തത്, സാർ അതിന് ഇങ്ങനെ ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ അവർ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അതിൻ്റെ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊന്ന് എക്സസീവ് പ്രോക്രാസ്റ്റിനേഷൻ, മാറ്റിവെക്കൽ ശീലം ഞാൻ അംഗീകരിക്കുന്നത്, അതിൻ്റെ എക്സസീവ്, ഇന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ചെയ്യും, ചിലവർ 2-3 ദിവസം കഴിഞ്ഞ് ചെയ്യും. ഈ കക്ഷികൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അങ്ങനെ മാറ്റി 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 വെക്കുന്ന ഒരു അസുഖം, എക്സസീവ് പ്രൊക്രാസ്റ്റിനേഷൻ. പിന്നെ ഇവർക്ക് അപ്പോൾ മൈൻഡ് വാണ്ടറിങ് ആൻഡ് കയോട്ടിക് തിങ്കിങ്, ഈ മനസ്സിങ്ങനെ ഒന്നിലും സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. അതാണ് കയോട്ടിക് തിങ്കിങ്. ഒന്നൊന്ന് ചിന്തിക്കും, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ മാറി മാറി ചിന്തകൾ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം തീരെ ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് ആത്മവിശ്വാസം, അത് തീരെ ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന കാര്യം എന്താ, ലാക്ക് ഓഫ് ഫോക്കസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതന്നെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ, അത് ഈ കൂട്ടർക്ക് പറ്റില്ല. ഈ പറയുന്ന കാരണങ്ങളൊക്കെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം ഓരോന്നുണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ. ഇതെല്ലാം കുറച്ച് എണ്ണങ്ങളൊക്കെ കുറേ അധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസോണൻസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ല, ഒരു അസ്വസ്ഥനാണ് നിങ്ങളെന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശാന്തനായ ഗൊറില്ലയിൽ, ഇപ്പോൾ അക്രമാസക്തനായ ഗൊറില്ലയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഡിസോണൻസ് ഉള്ള സബ് കോൺഷ്യസ് ബ്രെയിൻ. ഇങ്ങനെ ശാന്തനായ, അതായത് നമുക്ക് ന്യൂറൽ കൊഹറൻസ് എന്ന് പറയാം. ശാന്തനായിരിക്കുന്ന ഗൊറില്ലയെ മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് ബ്രെയിൻ വളരെ ശാന്തമാണ്. അപ്പോഴുള്ള ലക്ഷണങ്ങൾ എന്തെല്ലായിരിക്കും? ഒന്ന്, അവരുടെ പീക്ക് പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനം. പീക്ക് പെർഫോമൻസ്, അവർ എല്ലാം വളരെ ശക്തമായി ഊർജ്ജത്തോടു കൂടി ചെയ്യും. അവർ ഒന്നിൻ്റെ എത്ര മാക്സിമം അതിനു വേണ്ടി എഫേർട്ട് ഇടും. അതാണ് പീക്ക് പെർഫോമൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബീയിങ് ഇൻ ഫ്ലോ, അവർ നല്ല ഒഴുക്കോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരു തടസ്സമില്ല, എന്തൊരു ക്ലിയർ ആയിട്ട് അങ്ങനെ പോകുന്നത്. അതാണ് ബീയിങ് ഇൻ ഫ്ലോ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫീലിംഗ് ഓർഗനൈസ്ഡ് ആൻഡ് കംഫർട്ടബിൾ, അതായത് എല്ലാം ഒന്ന് എഴുതി വെച്ചിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കും, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം. അപ്പോൾ അവർക്ക് വളരെ ടെൻഷനൊന്നുമില്ല, കംഫർട്ടബിൾ, ശാന്തമായിരിക്കും. അടുത്തത് ക്ലിയർ ആൻഡ് ഫോക്കസ്ഡ് തിങ്കിങ്, വളരെ ക്ലിയർ, വ്യക്തമായതും ഒന്നിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ചിന്തകളുള്ളവരായിരിക്കും. ക്ലിയർ ഫോക്കസ്ഡ് തിങ്കിങ് ആയിരിക്കും. അതുകൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് സ്ട്രെസ് ആൻഡ് എ ഫീലിംഗ് ഓഫ് കാംനെസ്. സ്ട്രെസ്സൊക്കെ വളരെ കുറഞ്ഞ് വളരെ ശാന്തമായൊരു മാനസികാവസ്ഥയോടെ ആയിരിക്കും ഇവരുണ്ടാവുക. അതാണ് അടുത്ത കാര്യം. ഇനി മറ്റൊരു കാര്യം, എ സെൻസ് ഓഫ് ബീയിങ് ഇമോഷണലി ഗ്രൗണ്ടഡ്. ഈ വൈകാരികമായി അങ്ങ് എന്താ പറയുക, ഒരു നല്ല നിലയിൽ തന്നെ എത്തിയിട്ടുണ്ടാവും, അതായത് ഒരു വലിയ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. മറ്റൊന്ന് എൻഹാൻസ്ഡ് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്, സന്തോഷമായിരിക്കും, വളരെയധികം കൂടിയ സന്തോഷം, അതോടൊപ്പം തന്നെ ഒരു സ്വസ്ഥത, അതാണ് വെൽബീയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇൻക്രീസ്ഡ് കോൺഫിഡൻസ് ആൻഡ് സെർട്ടനിറ്റി, നമ്മുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ച് ലക്ഷ്യമൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഇവർക്കുണ്ടാവുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശാന്തനായ ഗൊറില്ല അല്ലെങ്കിൽ ന്യൂറൽ കൊഹറൻസിന്റെ ലക്ഷണങ്ങളാണ് ഇവയെന്ന് തിരിച്ചറിയുക. അപ്പോൾ നേരത്തെ നമ്മളതിൻ്റെ ഡിസോണൻസിന്റെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ കൊഹറൻസിന്റെ പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് മാനസികമായി നോക്കുക. നമ്മൾ ഈ ഗൊറില്ലയെ കൊഹറൻസിൽ കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കി. പക്ഷേ ഇനിയാണ് നമ്മുടെ കുറച്ചും കൂടെ ഗൗരവമായ കാര്യം വരുന്നത്. അതത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ഇതിന് ചില ടൂൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഗൊറില്ലയെ അല്ലെ സബ് കോൺഷ്യസ് ബ്രെയിനെ ട്രെയിൻ ചെയ്യാനുള്ള ചില ടൂൾസ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് വിൽ പവറാണ്. ഞാൻ വളരെ തീരുമാനം എടുക്കുന്നു, ഞാൻ വളരെ വിൽ പവറോടുകൂടി തീരുമാനം എടുക്കുന്നു, ഞാൻ വലിയ മാറ്റം ഉണ്ടാക്കും. പക്ഷേ ഈ ഗൊറില്ല അത് കേൾക്കണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് എത്ര സമയം, അത് ഒരു കുറച്ചു കാലം നിൽക്കുമായിരിക്കും, പിന്നീട് അതങ്ങ് പോകും. ഇതല്ലേ നമ്മുടെ അനുഭവം. കുറച്ചു കാലം വളരെ എക്സൈറ്റ്മെന്റ് പല കാര്യം ചെയ്തു, പിന്നെ അങ്ങ് വിടുന്നു. എന്നാൽ രണ്ടാമത്തെ ടൂൾ എന്താ, ഗോൾ സെറ്റിംഗ്. നമ്മൾ ഗോളൊക്കെ എഴുതി വെക്കുന്നു, ഒക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ ഗോൾ സെറ്റിംഗ് ഈ കക്ഷി കേൾക്കണമെന്നില്ല. കാരണം കക്ഷി വേറെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ നമ്മുടെ ഗൊറില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാൻ. ഈ പ്ലാനുമായി ഇത് സഹകരിക്കൂല. ഇതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് പുതിയൊരു സയന്റിഫിക് റിസർച്ചാണ് വന്നിരിക്കുന്നത്. ആ സയന്റിഫിക് റിസർച്ച് എന്താ, ഈ ഗോൾ സെറ്റിങ്ങും ഗോൾ അച്ചീവിങ്ങും, ഗോൾ സെറ്റ് ചെയ്യുക, ഗോൾ അച്ചീവ് ചെയ്യാം, ഇത് രണ്ടും രണ്ടാണ്.
അതായത് ഒരുപാട് നമ്മൾ ട്രെയിനിങ് നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് ആ ഗോളിലേക്ക് എത്തുന്ന വിധത്തിലേക്കുള്ള മാറ്റം ഉണ്ടാവില്ല. കാരണം ഇതൊരു പരിണാമത്തിന്റെ ഒരു പ്രശ്നമാണ്. പരിണാമ പ്രക്രിയ പ്രകാരം നമ്മുടെ ആ ഗൊറില്ല ഒരു പ്രത്യേക തരത്തിൽ ട്യൂൺഡാണ്. ഇനി ഇതിനെ മാറ്റിയെടുക്കണം. അതിനുള്ള ഒരു ശാസ്ത്രീയമായ കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ റീട്രെയിൻ യുവർ ബ്രെയിൻ വിത്ത് ഇന്നർ സീസ്. അതായത് ഇന്നർ സീസ് വഴി നമ്മുടെ ബ്രെയിൻ ഒന്ന് റീട്രെയിൻ ചെയ്യണം. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയ കുറേ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അതായത് റീസ്ട്രക്ചറിങ് വേണം, അല്ലെങ്കിൽ റീസ്ക്രിപ്റ്റിംഗ് എന്ന് പറയാം. അങ്ങനെ റീസ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ റീസ്ക്രിപ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ സെൽഫ് ഇമേജ്, സെൽഫ് കോൺഫിഡൻസ്, ഇതിനൊക്കെ ഒന്ന് റീസ്ക്രിപ്റ്റ് ചെയ്യണം. അതിൻ്റെ വിശദമായ കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. ഇതിന് ചുരുക്കത്തിൽ നമുക്കൊരു പേര് വയ്ക്കാം: അപ്ലൈയിങ് റൈറ്റ് ബ്രെയിൻ ട്രെയിനിങ് മെത്തഡോളജീസ് ആൻഡ് ടെക്നോളജീസ്. ഇത് നമ്മുടെ റൈറ്റ് ബ്രെയിനെ ചേഞ്ച് ചെയ്യുന്ന വിധത്തിലുള്ള മെത്തഡോളജിയും ടെക്നോളജിയും എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ ഇതിനെ പറയാം. ഇത് ഒരു സയൻസ് ബേസ്ഡ് ടെക്നോളജിയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഇന്നർ സൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നർ എക്സർസൈസ്, അതിനാണ് ചുരുക്കത്തിൽ ഇന്നർ സൈസ് എന്ന് പറയുന്നത്. ഇതൊരു എക്സസൈസാണ്, ഒരു വ്യായാമമാണ്. ഇങ്ങനെയിലൂടെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിനിനെ അതിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്ത് അതിലാവശ്യമായ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഇന്നർ എക്സസൈസിനെ അല്ലെങ്കിൽ ഇന്നർ സൈസിനെ 7 കാറ്റഗറി, ഈ 7 കാര്യങ്ങളിലാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് നമ്മുടെ മാറ്റം വരുത്തേണ്ട ഏരിയ എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം, അല്ലെങ്കിൽ സെൽഫ് വർത്ത്, അല്ലെങ്കിൽ സെൽഫ് ഇമേജ്. നമ്മുടെയൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രമാണ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്ത് ഒക്കെ ഏതാണ്ട് സമാനമായ ആശയമാണ്. ഇതിൽ നീ മാറ്റം വരുത്തുന്ന എക്സസൈസ് വേണം, ഇന്നർ സൈസ് വേണം. പിന്നീട് രണ്ടാമത് വേണ്ടത് ബിലീഫ്, പെർസെപ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ. അത് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിനെങ്ങനെയാണ് കാണുന്നത്, അത് നമ്മുടെ വിശ്വാസമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇതിനൊക്കെ കുറിച്ച് മുമ്പ് നമ്മൾ പല വെബിനാറുകളിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന എക്സസൈസ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാബിറ്റ് ആൻഡ് ബിഹേവിയർ ആണ്. നമുക്ക് സ്ഥിരമായ ഒരു ഹാബിറ്റ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെ നമുക്ക് മാറ്റുന്ന വിധത്തിലുള്ള എക്സസൈസ് ചെയ്യണം. നാലാമത്തത് ഫോക്കസും കോൺസെൻട്രേഷനുമാണ്. അതായത് ഒന്നിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള കഴിവ്, ഫോക്കസ് എന്ന് പറയും, അല്ലെങ്കിൽ ഏകാഗ്രത, കോൺസെൻട്രേഷൻ. ഈ വാക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇന്നർ സൈസ് അല്ലെങ്കിൽ ഇന്നർ എക്സസൈസിലേക്ക് പോകണം. അഞ്ചാമത്തത് സ്ട്രെസ് റിഡക്ഷൻ ആൻഡ് റിലാക്സ്. സ്ട്രെസ് റിഡക്ഷനും ആൻഡ് റിലാക്സേഷൻ, അതായത് നമ്മുടെ സ്ട്രെസ്സിനെ, സമ്മർദ്ദങ്ങളെ കുറച്ചുകൊണ്ട് നമ്മളൊന്ന് റിലാക്സേഷനിലേക്ക് പോകുന്ന വിധത്തിലുള്ള എക്സസൈസ് ചെയ്യണം. ആറാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പ്ലഷർ ആണ്. അതായത് നമ്മളുടെ നന്ദി പറയുന്ന ഒരു ശീലം നമുക്കുണ്ടാവുകയും സന്തോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ കൂട്ടി കൊണ്ടുവരിക. ഇതൊരു എക്സസൈസ് ആണ്. ഇനി ഏഴാമത്തത് എന്താണെന്ന് വെച്ചാൽ, ആ കാറ്റഗറി ഓവർകമ്മിങ് ഫിയേഴ്സ്, സ്റ്റോറീസ് ആൻഡ് എക്സ്ക്യൂസസ്. നമുക്ക് കുറെ ഭയം, ഒഴിവ് കഴിവുകൾ പറയുന്നത്, കുറെ നമ്മൾ പഠിച്ച കുറെ കഥകൾ, ശരിയോ തെറ്റോ എന്നറിയാത്ത കുറെ കഥകൾ, ഇതൊക്കെ മാറുന്ന വിധത്തിലുള്ള എക്സസൈസ് ചെയ്യണം. ഇങ്ങനെ നോക്കിയാൽ ഈ 7 കാറ്റഗറിയിൽ വരുന്ന എക്സസൈസ് എന്ന് നമ്മൾ ചെയ്യുന്നുവോ, അതിലൂടെ മാത്രമേ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കൂ. നമ്മൾ ഇന്നർ സൈസിന്റെ 7 സ്റ്റെപ്പുകളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. ഇനി അതിന് ആക്ഷനിലേക്ക് വരികയാണ്. സ്റ്റെപ്പ് നമ്പർ 1, ടേക്ക് 6 കാം ദ സർക്യൂട്ട്സ്. അതായത് ഒരു മിനിറ്റിനുള്ളിൽ, ഒരു 60 സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ്, ഒരു 6 പ്രാവശ്യം ശ്വാസം എടുക്കുകയും അല്പസമയം ഹോൾഡ് ചെയ്യുകയും ചെയ്ത് ശ്വാസം പുറത്തു വിടുന്ന ഒരു പ്രക്രിയ. ഞാനൊരു മാതൃക കാണിക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ശ്വാസം ഉള്ളോട്ട് എടുക്കുകയാണ്, ഇൻഹെയിലാണ്. അങ്ങനെ എടുത്ത ശേഷം ഒരല്പസമയം അവിടെ ഹോൾഡ് ചെയ്ത് അങ്ങോട്ട് പുറത്തു വിടും. നമ്മൾ സ്ട്രോയിൽ വിടുന്ന ഒരു പുറത്തു വിടും. ഇങ്ങനെ ഒരു മിനിറ്റിനുള്ളിൽ 6 തവണ. അതാണ് 6 എന്ന് പറയുന്നത്. ആ 6ന്റെ പ്രത്യേകത അതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ശാസ്ത്രീയമായി സംഭവിക്കുന്നത്? നമ്മളൊരു ഫിനാൻഷ്യൽ ടെൻഷനിലാണ്, അല്ലെങ്കിൽ ഇമോഷണൽ എന്തെങ്കിലും പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷനൊക്കെ എടുക്കുന്നത് ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിലെ സ്ട്രെസ് സെന്റർ ആക്ടിവേറ്റ് ആവും. ആ സ്ട്രെസ് സെന്റർ ആക്ടിവേറ്റ് ആകുമ്പോൾ റെപ്റ്റീലിയൻ ബ്രെയിൻ അങ്ങ് പണി തുടങ്ങും, അല്ലെങ്കിൽ ലിസാർഡ് ബ്രെയിൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പകരം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടാക്കുന്ന നമ്മുടെ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ്, അല്ലെങ്കിൽ നമ്മളതിനെ പറയില്ല, ഏറ്റവും കൂടുതൽ തീരുമാനങ്ങളൊക്കെ ലോജിക്കായി ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ആ സെന്റർ ആക്ടിവേറ്റ് ആവും. നമ്മൾ സ്ട്രെസ്സിലാവുമ്പോൾ എന്താ കുഴപ്പം? നമുക്ക് ഈ
ഈ പറയുന്ന പ്രിഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ആക്ടിവേഷൻ നടക്കുകയില്ല. കാരണം അതിന് എനർജി കിട്ടൂല. സ്ട്രെസ് അങ്ങ് പണിയെടുക്കും. സ്ട്രെസ് വരുന്നു, ഉടനെ ഇമോഷണൽ ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ ഒരു ടൈം ഔട്ട് എടുക്കുക. അതായത് നമ്മളൊരു എല്ലാ ഭാഗത്തെക്കുറിച്ച് ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയം എടുക്കുക, ഒരു ടൈം ഔട്ട് എടുക്കുക. അതിനുള്ള ഒരു എക്സസൈസ് ആണ് ഈ പറയുന്ന 6 തവണ നമ്മൾ ചെയ്യുന്ന എക്സസൈസ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതായത് 6 പ്രാവശ്യം 1 മിനിറ്റിനുള്ളിൽ ശ്വാസം വലിച്ച് അല്പസമയം ഹോൾഡ് ചെയ്ത് പുറത്തു വിടുക. അപ്പോൾ നമുക്ക് പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് അല്ലെങ്കിൽ ഈ ലോജിക് ബ്രെയിൻ നമുക്ക് ആക്ടിവേറ്റ് ആവും. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലെ സ്റ്റെപ്പിലേക്ക് പോവാം. അത് ഇങ്ങനെയാണ് അതിന് പറയുക, ഫ്ലിപ്പ് ദ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സ്വിച്ച്. നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന വാക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി പുതുതായ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെറുങ്ങനെ അത് പറഞ്ഞു തരാം. എന്താണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വയം അത് മാറും. നമ്മളതിന് മെനക്കെട്ടൊന്നും വേണ്ട. പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് 10-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ ഒരു മാറ്റം ഉണ്ടാവില്ല, അവർ അങ്ങനെ ആയിരിക്കുന്നതാണ്. അങ്ങനെയല്ല. ഇപ്പോൾ പറയുന്നത് നമ്മുടെ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ബ്രെയിൻ സ്വയം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നത്. ഇതിന് 3 കാര്യങ്ങളുണ്ട് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്ക്. ഒന്ന് ന്യൂറോജെനിസിസ് എന്ന് പറയും. ന്യൂറോൺസ് പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്കറിയാലോ, ഈ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂറോൺ കൊണ്ടാണ്. ഈ ന്യൂറോൺസ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ പറയുന്ന വാക്കാണ് ന്യൂറോജെനിസിസ്. ആ സമയത്ത് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ കൂടുതൽ ന്യൂറോൺസ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഗ്രേ മാറ്റർ എന്ന് പറയുന്ന ബ്രെയിൻ്റെ ഭാഗം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെബ്സ് റൂൾ എന്നതിനെ പറയാം. ഹെബ്സ് റൂൾ പറയുന്നത് വെച്ചാൽ ഫയർ ടുഗദർ വയർ ടുഗദർ. അതായത് ഞാൻ ഉദാഹരണത്തിലൂടെ എളുപ്പം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പുതിയൊരു ഭാഷ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നു. എനിക്ക് ഒരു ഭാഷയായിരിക്കും നല്ലത്. ഇപ്പം നമുക്ക് തീരെ മലയാളം അറിയാത്ത ഒരാൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകും, അല്ലെങ്കിൽ മറ്റൊരാൾ സ്പാനിഷ് പഠിക്കാൻ പോകും. ഈ സമയത്ത് എന്താ, നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ ഫയറിംഗ് ഓഫ് ന്യൂറോൺസ് ഉണ്ടാവും. അത് പിന്നീട് ഒരു വയറിങ് നടക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു രൂപത്തിലേക്ക് അത് മാറും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് മെയിലിൻ ബെറ്റർ റോഡ്സ്. മെയിലിൻ ഷീത്ത്, അതായത് ന്യൂറോണിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേരാണ് മെയിലിൻ ഷീത്ത്. ഇവിടെ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് മൈലിൻ ഷീത്തിന് മാറ്റം ഉണ്ടാവും. അപ്പം നമ്മുടെ ന്യൂറോൺസിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്നിട്ട് പറയുന്ന ഒരു പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി മാറ്റാൻ പറ്റും. അതായത് നമ്മുടെ ബ്രെയിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ മാറ്റാൻ പറ്റുമെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോവൽറ്റി ആൻഡ് ക്യൂരിയോസിറ്റിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, നോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുതിയത് എന്നാണ്, ന്യൂ എന്നാണ്. അപ്പോൾ പുതിയത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എന്തും ആവാം, അത് ഭാഷയാവാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ട്രുമെന്റ്സ് ആവാം, വട്ടവർ ഇറ്റ് ഈസ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഒരു താല്പര്യം കൂടുതൽ. കാരണം എന്താ, ഈ ഹിപ്പോ ക്യാമ്പസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവും. നമ്മുടെ മിഡ് ബ്രെയിനിൽ വരുന്ന ഒരു സംഭവമാണ് ഹിപ്പോ ക്യാമ്പസ്. ഈ ഹിപ്പോ ക്യാമ്പസ് ആക്റ്റീവ് ആവും. അതാണ് ഒരു കാര്യം. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ ഉണ്ടാവുന്ന ഫ്ലിപ്പിൽ വരുന്ന ഒരു മെത്തേഡ് അതാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, നോവൽറ്റി, അതേപോലെ തന്നെ ക്യൂരിയോസിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലഷർ ആൻഡ് പെയിൻ ആണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള കാര്യവും ദുഃഖമുള്ള കാര്യവും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുതിയ ന്യൂറോൺസുകളുടെ ഫയറിങ് ആൻഡ് വയറിങ് നടന്നുകൊണ്ടിരിക്കും. അതല്ലേ പഴയ സന്തോഷമുള്ള കാര്യം ദുഃഖമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് രണ്ടും എന്തായാലും വരും. അതിലേത് വന്നാലും നമുക്കത് ഗുണം ചെയ്യും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പർപ്പസ്. എന്താ ഈ പർപ്പസ് എന്ന് പറഞ്ഞാൽ യുവർ വൈ, നിങ്ങളുടെ എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളിൽ ഒരു വലിയ കാര്യം നടക്കും. ഡോപ്പോമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അല്ലെങ്കിൽ കെമിക്കലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയസ് അക്യുംബൻസിൽ നിന്ന് ഈ പറയുന്ന ഈ ഡോപ്പോമിൻ പ്രിഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വളരെ കാര്യം ആലോചിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ വൈ വളരെ സ്ട്രോങ് ആണ്. അതിനാണ് വൈ വേണമെന്നാണ്. വൈ ഇല്ലേ നിങ്ങൾക്ക് അത് പ്രവർത്തിക്കില്ല. ആ പലരും എന്തൊക്കെയോ ചെയ്യുന്നതുകൊണ്ടല്ല, വൈ സ്ട്രോങ് ആവുന്നവരാണ് ലക്ഷ്യത്തിലെത്തുന്നതെന്ന് പറയുന്നതിൻ്റെ കാര്യം, അതിൻ്റെ സയൻസ് ആണ് ഞാൻ ഒന്നുകൊണ്ട് പറയാം. ഈ ന്യൂക്ലിയസ് അക്യുംബൻസിൽ നിന്നുള്ള ഡോപ്പോമിൻ പ്രിഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് ഫ്ലോ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കും ഈ വൈ എന്ന് പറയുന്നത്. അടുത്തത് ഫോക്കസ് ആണ്. അതിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഫ്ലിപ്പ് ഒന്ന് അല്ലെങ്കിൽ അതുകൊണ്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. എന്താ കാരണം, ഇന്ന് ഡിസ്ട്രാക്ഷൻ്റെ ലോകത്താണ് നമ്മൾ. ഞാൻ പറഞ്ഞു, മൊബൈലായാലും മറ്റു ടി വി ആയാലും നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നു, വേറെ ഡിസ്ട്രാക്ഷൻ വരുന്നു. അതിന് വലിയ പണിയൊന്നുമില്ല, ഡിസ്ട്രാക്ഷൻ്റെ വേൾഡാണിത്. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യുക, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഈ ഡിസ്ട്രാക്ഷൻ എന്ന് മാറിയിട്ട് ഫോക്കസിലേക്ക് മാറണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സസൈസാണ്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ
ഒരുപാട് ഞാൻ എൻഡോർഫിൻസ് പോലുള്ള നമുക്ക് അത്യാവശ്യമുള്ള കുറേ ഹോർമോൺസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് നമ്മുടെ സ്ട്രെസ്സിനെ ഇല്ലാതാക്കും. ഇങ്ങനെ സ്ട്രെസ്സിനെ ഇല്ലാതാക്കുന്ന സമയത്ത് നമ്മുടെ ലോജിക് ബ്രെയിൻ, പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് കുറച്ചും കൂടി ആക്റ്റീവ് ആവും. അത് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഫ്ലിപ്പ് ചെയ്യുന്നത്. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ മെച്ചം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടും. ആ സമയത്ത് ഓക്സിജൻ ഫ്ലോ കൂടും, സെൽ ഗ്രോത്ത് ഉണ്ടാവും, ന്യൂറോൺസ് ഒക്കെ കൂടുതൽ അല്ലെങ്കിൽ സെൽ ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് ഏറെ ഗുണമാണ് എക്സസൈസ്. അതുകൊണ്ടാണ് ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞത്. അതായത് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ 1-2 കാര്യം, ഒന്ന് ഡയറ്റിലും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുമ്പേ. അതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ കൂട്ടിക്കൊണ്ടിരിക്കണം. അതായത് നമ്മൾ കുറേ ആൾക്കാരുടെ ബന്ധങ്ങൾ കൂട്ടണം. സോഷ്യലൈസേഷൻ, നമ്മൾ കൂടുതൽ സമൂഹമായിട്ട് ഇടപെടാൻ ശ്രമിക്കണം. ഇങ്ങനെ ഓരോ സമയത്തും പിന്നെ പ്ലഷറും സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങളുടെ കൂട്ടിക്കൊണ്ടിരിക്കണം. അതായത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഷിഫ്റ്റ് ചെയ്യൂ. ഇനി 3ാമത്തെ സ്റ്റെപ്പിനെ കുറിച്ചാണ് പറയുന്നത്. സ്ട്രെങ്തൻ യുവർ 3 കോർ ന്യൂറോ മസിൽസ്. നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ന്യൂറോ മസിൽസ് ഉണ്ട്, 3 എണ്ണം. അതിൽ 1ാമത്തത് അവയർനെസ്, 2ാമത്തത് ഇന്റൻഷൻ, 3ാമത്തത് ആക്ഷൻ. ഓർമ്മിക്കാൻ AIA എന്ന് ഓർമ്മിച്ചാൽ മതി. എന്താണ് അവയർനെസ്? നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് ഒരു ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ, മുൻവിധി ഇല്ലാതെ അതിൻ്റെ ബിഹേവിയറും നമ്മുടെ ഇമോഷൻസും ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനാണ് അവയർനെസ് എന്ന് പറയുന്നത്. ഒരു തിരിച്ചറിവ് എന്നൊക്കെ പറയാം. എടുത്തു ചാടി ചെയ്യാതെ ആലോചിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് അവയർനെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്തത് നമ്മുടെ ഇന്റൻഷനാണ്. ആ ഇന്റൻഷൻ ഏതായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചോയ്സാണ്. അപ്പൊ നേരത്തെ അവെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. ഈ വന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നതിനെ നമ്മൾ കാണിക്കുന്നതാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കണം നമ്മുടേത്. അതാണ് 2ാമത്തെ ആക്ഷൻ മസിലായിട്ടുള്ള ഇന്റൻഷൻ എന്ന് പറയുന്ന മസിൽ അവിടെ സ്ട്രെങ്തൻ ചെയ്യണം. ഇനി 3ാമത്തത് വേറൊന്നും പറയാനില്ല, ആക്ഷൻ. ഇത് അവയർനെസ് ഉണ്ടായതുകൊണ്ടോ ചോയ്സ് തീരുമാനിച്ചുകൊണ്ടോ കാര്യമില്ലല്ലോ, ആക്ഷനാണ് പ്രധാനം. അപ്പൊ ഇങ്ങനെ എപ്പോഴും അതിന് വേണ്ടുന്ന ആക്ഷൻ, അതായത് നമ്മൾ അവെയർ ചെയ്ത ആ കാര്യത്തിലേക്ക് വേണ്ടുന്ന ആക്ഷനിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ജമ്പ് ഇൻ ടു വാട്ടർ എന്ന് പറയില്ലേ, വെള്ളത്തിലേക്ക് തുള്ളുക അല്ലെങ്കിൽ ജമ്പ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് നീന്താൻ പറ്റൂ എന്ന അർത്ഥത്തിൽ നമ്മൾ ആക്ഷനിൽ ഇറങ്ങുമ്പോഴാണ് കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ 3 ന്യൂറോ മസിൽസ് ആണ്. 1 അവയർനെസ്, 2 ഇന്റൻഷൻ, 3 ആക്ഷൻ. അതിനെ ഓർമ്മിക്കാൻ ഞാൻ ഒന്നും കൂടെ പറയാം, AIA. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ 3 സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഇവിടെ വിശദമായിട്ട് പറഞ്ഞത്. ഇനി സ്റ്റെപ്പ് നമ്പർ 4, 5 ഷിഫ്റ്റ്സ് ഓഫ് ഇന്നർ സൈസ്. നമ്മൾ കുറച്ച് ഷിഫ്റ്റുകൾ, ഒരു 5 ഷിഫ്റ്റുകൾ, ഷിഫ്റ്റ് പറഞ്ഞാൽ മാറ്റം ഉണ്ടാക്കുക. അതിന് ഇന്നർ സൈസിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഇന്നർ എക്സസൈസ് ചെയ്യേണ്ട 5 ഷിഫ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. 1ാമത്തെ ഷിഫ്റ്റ് എവിടെയാണെന്നറിയോ? ഫിയർ. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഭയമാണ്. നമ്മൾ എല്ലാത്തിനെയും നമുക്കറിയാലോ, നമ്മളെ ലിംബിക് ബ്രെയിൻ നമ്മൾ ഫിയർ ഉണ്ടാക്കും, അത് നമുക്കറിയാം. എങ്കിൽ പോലും അതിനെ ഷിഫ്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ആക്ഷൻസിലേക്ക് നമ്മൾ പോകണം. ഫിയർ വേണ്ട എന്നല്ല, അത് നമുക്ക് നോർമൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തുന്ന അകാരണമായ ഭയം എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. മറ്റോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്ക് അകാരണമായ ഭയം, ഒരു കാര്യമില്ലാത്ത ഭയം, അതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. 2ാമത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ലിമിറ്റിംഗ് ബിലീഫാണ്, അല്ലെങ്കിൽ സ്റ്റോറീസ്. നമ്മളെ കുറിച്ചിട്ട് ഇപ്പം ഞാൻ രമേശൻ എന്ന എനിക്കൊരു ലിമിറ്റിംഗ്, എനിക്ക് ഇത്രേ പറ്റൂ, എൻ്റെ കഴിവുകൾ ഇത്രയാണ്, എൻ്റെ കഴിവുകൾ ഇത്രയാണ്, അല്ലെങ്കിൽ ഒരു ഞാൻ തന്നെ എന്നെ കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ല, അതിനു വേണ്ടി കുറെ കഥയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ കഥകൾ മാറ്റുക, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിനെ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ 2ാമത്തെ ഷിഫ്റ്റ്, 1ാമത്തെ ഫിയർ, 2ാമത്തത് ലിമിറ്റിംഗ് ബിലീഫ്. ഇനി 3ാമത്തെ ഷിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ മാറ്റലാണ്. നമ്മളുടെ പൊതു സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നം, ഭൂരിപക്ഷം ആൾക്കാർക്ക് നെഗറ്റീവ് മൈൻഡ് സെറ്റ് കൂടുതലാണ്. അത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആക്കണം. അത് കുറച്ച് മെനക്കെടുള്ള പണിയാണ് കേട്ടോ. അതായത് നമ്മൾ എന്തിനെ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും, അത് ഫാക്റ്റാണ്. അതിനെ ഇല്ലാതാക്കത്തക്ക വിധത്തിലുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറ്റാനുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അതാണ് ഈ പറയുന്ന ഷിഫ്റ്റിംഗ് യുവർ നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എക്സസ് സ്ട്രെസ്സിനെ ഇല്ലാതാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. അതായത് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മളെ തകർക്കും. അതുകൊണ്ട് ആ സ്ട്രെസ്സിനെ ഇല്ലാതാക്കത്തക്ക വിധത്തിൽ ആ എക്സസ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ ഇല്ലാതാക്കണം. അതിന് വേണ്ടുന്നൊരു ഷിഫ്റ്റ്, ആ സ്ട്രെസ് എന്നുള്ള ഷിഫ്റ്റ് നമുക്ക് ഉണ്ടാവണം. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ് എംപവറിങ് ബിലീഫ്സ് ആണ്. നമ്മൾ തന്നെ കഴിവിനെ ഇല്ലാതാക്കത്തക്ക വിധത്തിലുള്ള വിശ്വാസങ്ങൾ.
അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇവിടെ വിശ്വാസത്തിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ആ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളെ വളർത്തുന്ന വിശ്വാസമല്ലാത്ത എല്ലാ വിശ്വാസങ്ങളോടും മാറുക. അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു ഷിഫ്റ്റ് വേണം. എവിടെ നിന്നുള്ള ഷിഫ്റ്റാണ്? ഡിസ്എംപവറിംഗ് ബിലീഫ് എന്നുള്ള ഷിഫ്റ്റ്. ഇങ്ങനെ ഈ 5 കാര്യങ്ങളിൽ നിന്നുള്ള ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ മാറ്റമാണ് നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പറയുന്നത്. ഇങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്പുകളുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് നമ്പർ 5, ചേഞ്ച് യുവർ ഓൾഡ് ഹാബിറ്റ്സ്. എനിക്ക് വളരെ ഊന്നി പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പഴയ ഹാബിറ്റുകളൊക്കെ മാറ്റുക. എങ്കിലേ നിങ്ങൾക്ക് വലിയ ലക്ഷ്യത്തിലെത്താൻ പറ്റും. പറയാൻ എളുപ്പം, പക്ഷെ നല്ല മെനക്കെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല കാര്യത്തിലും. ചേഞ്ച് യുവർ ഓൾഡ് ഹാബിറ്റ്സ് ആൻഡ് ക്രിയേറ്റ് ന്യൂ ഹാബിറ്റ്സ്. ഇതാണ് നമ്മളുടെ മറ്റൊരു കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിനെ, ഗൊറില്ലയെ കൊഹേഷനിൽ കൊണ്ടുവരാനുള്ള, അതിൻ്റെ കൊഹറൻസിൽ കൊണ്ടുവരാനുള്ള 5 വിശദമായ സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, പിന്നെ ഈ 5 സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. വെറുതെ വായിച്ചതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ഇതാണ് ജോൺ അസ്റഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രയും സമയം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒട്ടേറെ അറിവുകളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവച്ചത്. ഇതിൽ നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം ഇത് പരമാവധി വ്യക്തികളിൽ എത്താൻ ആ ലൈക്കുകളും അതോടൊപ്പം നിങ്ങളുടെ ഷെയറുകളും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ നൽകുന്ന ഷെയറുകളും സഹായിക്കും. നമുക്ക് നമ്മുടെ അറിവുകൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ കമൻറ്റുകൾ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും വിലയേറിയതാണ്. ആ കമൻറ്റുകൾ വായിക്കുന്ന എന്നേക്കാൾ അറിവുള്ള ഒരുപാട് പ്രേക്ഷകർ ഇതിലുണ്ടാവും. അവരുടെ അഭിപ്രായങ്ങൾ കൂടെ അവിടെ വരുമ്പോഴാണ് ഈ വെബിനാറിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഒരു ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവുന്നത്. പുതുതായി വന്ന പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അത് കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങളിൽ എത്താൻ സഹായിക്കും. ആൻഡ് താങ്ക് യു. Inspired by Altruistic Association of India, a non-profit non-religious entity.